വിക്രമൻ എന്നെ ആയിരുന്നില്ലല്ലോ ആഗ്രഹിച്ചിരുന്നത്. ദിവ്യ വിക്രമനെ വഞ്ചിച്ചതുകൊണ്ടല്ലേ അതിന് സത്യം എന്ത് പിഴച്ചു? വിക്രമനെ നാണക്കേടുന്ന രക്ഷിച്ച സത്യമല്ലേ? അതിന്റെ നന്ദിയെങ്കിലും വിക്രമൻ കാണിക്കണ്ടേ? ചേച്ചി വിക്രമനെ ചതിച്ചൂന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ചിലപ്പോ വിക്രമനും അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ എഴുതി വെച്ച ലെറ്റർ തെളിവല്ലേ? അതാണിപ്പോ എന്റെ സംശയം. എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്ക് അന്വേഷിക്കണം. സത്യം വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്തായാലും എല്ലാം സത്യയുടെ ആഗ്രഹം പോലെ നടന്നില്ലേ? എന്റെ ആഗ്രഹത്തിൽ എവിടെയും ചേച്ചിക്ക് വേണ്ടി കണ്ടുവച്ച ചെക്കന്റെ ഭാര്യയാവണമെന്ന് ഉണ്ടായിരുന്നില്ല. വിക്രമന്റെ പിണക്കെല്ലാം എളുപ്പം മാറും. അറിയില്ല, എന്നെ വെറും ഒരു ഫ്രണ്ടായി കണ്ട വിക്രമന് എന്നെ ഭാര്യയായി കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാ നല്ല ഫ്രണ്ട്സാണ്. അതെ, നല്ല ഫ്രണ്ട്സിനെ നല്ല ഭാര്യയും ഭർത്താവും ആവാൻ പറ്റൂ. അതുകൊണ്ട് സത്യം ഒന്നും കൊണ്ട് പേടിക്കണ്ട. നല്ല ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിക്കുകയും നല്ല ഭാര്യ ഭർത്താവായി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതേപോലെ നീയും വിക്രമനും നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സത്യ. എന്നാ ശരി, വാ ചായ കുടിക്കാം. പിന്നൊരിക്കലാവട്ടെ. ഇനി ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ വരാമല്ലോ. എന്നാ ശരി, ഞങ്ങൾ വരട്ടെ. വിമല, ഇത് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കട്ടിലിന്ന് എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ കേക്കില്ലേ നീ? ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടമ്മേ. കുത്തി കയറ്റിയ ഗ്ലൂക്കോസിന്റെ മരുന്നിന്റെ ബലത്തിലാ നീ ഈ പറയണേ. മോള് പോയി കിടക്ക, ചെല്. അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ കഴുകാൻ ഇറങ്ങിയത്? 2-3 ദിവസത്തെ തുണികളൊക്കെ കിടക്കുക. ഓരോ ജോലിയായിട്ട് തീർത്തു വെക്കാം. അവിടെ കിടക്കട്ടമ്മേ, നാളെ ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, നീ പറയുന്നതനുസരിക്ക്. ചെല്ല്, പോയി കിടക്ക്. എന്റെ സത്യമോള് അവള് കല്യാണ പെണ്ണായി വന്നപ്പോ എനിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ അമ്മേ. നല്ല ഭംഗിയുണ്ടായിരുന്നോ അവള് സാരി ഉടുത്തപ്പോ? സുന്ദരിയായിട്ടാ അവള് പോയത്. മണ്ഡപത്തിന്ന് ഇറങ്ങിയിട്ട് നിന്നെ ആശുപത്രി വന്ന് കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചതാ. കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിൽ കയറണമെന്നുള്ളതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ദിവ്യ അന്വേഷിച്ചു പോണോന്നായി. ഒരു പ്രകാരത്തിലാ പറഞ്ഞു വിട്ടത്. ദിവ്യ അവളെവിടെയാണോ എന്തോ? അവള് നല്ല ജീവിതം തെരഞ്ഞെടുത്ത് പോയതല്ലേ. ദേ, നീ ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, പോയി കിടക്ക്. ചെല്ലു മോളെ. സത്യം ഒന്ന് വിളിച്ചാലോ അമ്മേ? അവളുടെ ശബ്ദം ഒന്ന് കേൾക്കായിരുന്നു. വേണ്ട വേണ്ട, അവിടെ തിരക്കൊഴിയുമ്പോ അവള് വിളിക്കും. അവളുടെ സന്തോഷം നമ്മളുടെ വിഷമം പറഞ്ഞ് കളയണ്ട.
പോയി കിടക്ക്. ചെല്ലു മോളെ. ഉം. രാധികെ, നിനക്കിതെന്താ പറ്റിയത്? നമ്മുടെ സുധിയുടെ കല്യാണമാ കഴിഞ്ഞിരിക്കുന്നത്. സന്തോഷിക്കേണ്ട സമയമായത്. ഞാൻ സന്തോഷിക്കാനോ? എന്തിനാ ഞാൻ സന്തോഷിക്കേണ്ടത്? എന്റെ മകന് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച പെണ്ണ് കല്യാണ ദിവസം ആരുടെ കൂടെ ഒളിച്ചോടി പോയതിനോ? അതോ അതേ പെണ്ണിന്റെ അനിയത്തിയെ തന്നെ അവന്റെ തലയിൽ കെട്ടിവെച്ചതിനോ? അതുമല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് ജീവിതം ഹോമിക്കേണ്ടി വന്ന എന്റെ മകന്റെ ഗതികേട് കണ്ടിട്ടോ? പറ, എന്തിനാ രാധിക സന്തോഷിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ സംഭവിക്കണമായിരുന്നു. അതാണ് നിയോഗം. തിരുമേനി പറഞ്ഞത് നീയും കേട്ടതല്ലേ? വിധിയെ തടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വിധി? ഇത് ചതിയാ, എല്ലാവരും ചേർന്നുള്ള ചതി. എടുത്തചാട്ടത്തിന് അങ്ങനെയൊക്കെ തോന്നാം. സുധി ഭാഗ്യം ചെയ്തവനാ. അതുകൊണ്ടാണ് അവന് സത്യ ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. ഭാഗ്യം? നിങ്ങൾ സുധിയുടെ മുഖത്തേക്കൊന്ന് നോക്ക്. മനസ്സ് കലങ്ങി അവൻ എന്തെങ്കിലും കടുകൈ ചെയ്തേക്കോന്ന് എന്റെ പേടി. എല്ലാം വളരെ പെട്ടെന്ന് നടന്ന കാര്യങ്ങളും തീരുമാനങ്ങളും അല്ലേ? യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സത്യ ഒരു മരുമകളായി അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മരുമകളായിട്ട് അവളെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. മകളായിട്ട് കണ്ടാൽ മതി. ഞാനും സത്യയെ അങ്ങനെയാ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ സുധിയുടെ ഇഷ്ടങ്ങളെ അടിച്ചമർത്തി. അതല്ലേ ഉണ്ടായത്? അച്ഛൻ പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിച്ച് ശീലമുള്ള അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചു. ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിന് പോലും അവൻ തയ്യാറായി. മക്കൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ഒരച്ഛനാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നോളം ഞാൻ ചെയ്തതും ജീവിച്ചതും കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സുധിയുടെ ജീവിതം നശിക്കണമെന്ന് കരുതി മനഃപൂർവ്വം അവനെ കൊണ്ട് സത്യയെ കല്യാണം കഴിപ്പിച്ചതാണ് ഞാനെന്ന് തോന്നിയോ നിനക്ക്? തിരുമേനിയുടെ വാക്കുകളൊന്നും ഇന്നേ വരെ പിഴച്ചിട്ടില്ല. ആ വാക്കുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ സുധിയെ നിർബന്ധിച്ചത്. അവന്റെ ജീവിതം സത്യയുടെ കയ്യിൽ ഭദ്രമാണ്. അതിന് തിരുമേനി പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ്. കുറച്ചിങ്ങോട്ട്. ഇതാ ഫ്രൂട്ട്സ് എത്ര മതിയോ? മതി ഏട്ടാ. ഓ, നന്നായിട്ടുണ്ടല്ലോ, ഉഗ്രനായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. മണിയറയല്ല ഇവിടെ ഒരുക്കേണ്ടത്, കല്ലറയാ, ശവക്കല്ലറ. സുജിത, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇപ്പൊ അച്ഛൻ പറയുന്ന അനുസരിക്ക്. അതാ ഇപ്പൊ വേണ്ടത്. ഓ, അല്ലെങ്കിലും അച്ഛനൊന്ന് കണ്ണുരുട്ടി കാണിച്ച ട്രൗസറിൽ കാര്യം സാധിക്കുന്ന സ്കൂൾ കുട്ടിയിൽ നിന്നും ഏട്ടൻ ഇപ്പോഴും വളർന്നിട്ടില്ല. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നാ എന്നെ അടിക്ക്, അടിച്ചെന്നെ കൊല്ല്, അതാ നല്ലത്. സുജിതേ, കുടുംബത്തിലൊരു മംഗളകർമ്മം നടന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് മറ്റെല്ലാം മറന്ന് നമ്മൾ സുധിയുടെ കൂടെ നിൽക്കണം. സുധിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലെന്ന് അവന്റെ മുഖത്ത് നോക്കി അറിയാം. ആ ഇഷ്ടക്കേടൊക്കെ 2 ദിവസം കൊണ്ടങ്ങ് തീരും. ഈ ജന്മം അത് തീരില്ല എടുത്തി, എനിക്ക് ഉറപ്പാ. സുജിതേച്ചി, ഇത്രയൊക്കെ ആയില്ലേ കാര്യങ്ങൾ? ഇനി അതങ്ങ് വിട്ടേക്ക്. അത് പറയാൻ നീ ആരാടാ? ക്ലീറ്റസ് വന്ന് വന്ന് കണ്ണും കാണാതായ. കണ്ണ് കാണാത്തത് നിന്റെ ആ ഫ്രണ്ടിനാ. കല്യാണം കഴിച്ചോണ്ട് വന്നിരിക്കുന്നു.
കോളനിയിലെ വർക്ക്ഷോപ്പുകാരിക്ക് മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ച മണിയറ. വല്ല പഞ്ചറായ ടയറും ട്യൂബും പൊട്ടിയ ബൾബും ഒക്കെ കെട്ടിത്തൂക്കിയാ മതിയായിരുന്നു. അവളുടെ സ്റ്റാൻഡേർഡിന് അതായിരുന്നു നല്ലത്. അയ്യോ, ഉഗ്രൻ ഐഡിയ. അത് പൊളിച്ചേനെ. ഇതെന്താ ചേച്ചി നേരത്തെ പറയാത്തെ? കാവേരിച്ചില്ലേ? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ആ നീ നിന്റെ പണി തീർക്ക്. അല്ല, ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചു? പണി തീർക്കാം. സുധി, ഇതെന്താ നീ ഒറ്റയ്ക്ക്? സത്യ എവിടെ? അറിയില്ല. അറിയില്ലെന്നോ? എടാ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ കൂടെ നിർത്തണം. നീ ചെയ്തത് ഒരു അബദ്ധമായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് എന്തുകൊണ്ട് യോജിച്ച പെൺകുട്ടിയാ സത്യ? അവൾക്ക് ഈ വീട്ടിലുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന് അച്ഛന് മനസ്സിലായില്ലേ? അതൊന്നും പൊരുത്തക്കേടിന്റെ ഭാഗമല്ല. ചില അഭിപ്രായ ഭിന്നതകൾ അതൊക്കെ വേണം. അതില്ലാതെ എന്ത് ജീവിതം, എന്ത് വീട്? അമ്മയ്ക്ക് പോലും സത്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമ്മയും അംഗീകരിക്കും. നീയും സത്യയും നല്ല ഇണക്കത്തോടെ കഴിഞ്ഞാൽ ഈ മുഖം തിരിച്ചു നിൽക്കുന്നവരെല്ലാം അടുത്തു വരും. ഇല്ല, സത്യയെ മറ്റൊരു രീതിയിൽ കാണാൻ എനിക്ക് കഴിയില്ല. കഴിയണം. ദിവ്യയെ നീ സങ്കല്പിച്ചില്ലേ? അതേപോലെ സത്യയും സങ്കല്പിക്കണം. എന്റെ സങ്കല്പത്തിലെ ദിവ്യയ്ക്ക് 100% വിജയമായിരുന്നു. സത്യയ്ക്ക് ആ സ്ഥാനത്ത് പാസ് മാർക്ക് പോലുമില്ല. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കള്ളൻ. അടിയ ഈ വരാനുള്ളത് വഴിത്തെങ്ങിലെന്ന് പറയണില്ലേ, ഇതിനാണ്. ആ നല്ല ഉഗ്ര മണിയറ. നിനക്കിപ്പോ എന്താടാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വല്ലത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ റെഡിയാക്കി തരാം. അളിയ ധൈര്യത്തിലൊരു സ്മോൾ അടിക്കുന്നതേ നല്ലതാ. വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരുമാതിരി ആദ്യം ഒരു കല്യാണം കഴിച്ചവൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോട് ചോദിച്ചതാ. നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എടേ, ഇവിടെ ഇനി അറിയാൻ ഒന്നുമില്ല. നീ സ്നേഹിച്ച പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി. നിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് നീ കെട്ടുകയും ചെയ്തു. എടേ, നീ കേട്ടിട്ടില്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടതെന്ന്. മതി ഉപദേശിച്ചത്. ഉപദേശങ്ങൾ കേട്ട് മതിയായി.
എടേ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? സത്യമായിരുന്നാലും ദിവ്യായിരുന്നാലും നിനക്ക് ഒരുപോലെ അല്ലേ? പോവാൻ എവിടേക്ക് ഇറങ്ങി പോ, എവിടേക്കെങ്കിലും പോടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സുഹൃത്തുക്കളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പടിക്ക് പുറത്ത്. എടി, നിന്റെ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പൂജ, നീ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. നമ്മൾ മാക്സിമം ശ്രമിച്ചതല്ലേ. നീ പേടിക്കാതിരിക്കെ. സമയം ഇപ്പോഴും നമുക്ക് അനുകൂലമാ. പൂജ, ബൈജേട്ടൻ വന്നു എന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. എന്താ ബൈജേട്ടാ, എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാം. എന്റെ പെങ്ങളെ കെട്ടിച്ചുവിട്ട വീടൊന്നും അല്ലല്ലോ ഇത്, ആണോ? ഇതെന്താ ബൈജേട്ടാ, മതിയായിട്ടാണോ വന്നിരിക്കുന്നത്? അത് നീ പറയരുത്. പറയാനുള്ള അവകാശം ഇന്ന് നിനക്കില്ല. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന ദിവസമായി ഇന്ന്. എന്നാ ചെല്ല്, ഈ ബോട്ടിലുമായിട്ട് അച്ഛന്റെ മുമ്പിലേക്ക് തന്നെ ചെന്ന് കയറ്. അങ്ങേരെന്താ എന്റെ മൂക്കിൽ വലിച്ചു കയറ്റോ? എന്നാ ഒന്ന് കാണണമല്ലോ. അയ്യോ ബൈജേട്ടാ, ബൈജേട്ടാ, ഇവിടേക്ക് വരാന്ന് പറഞ്ഞത് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് ഒപ്പിക്കാനാണോ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? നീ പറ. ബൈജേട്ടാ, എല്ലാം നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. ആ ശരി. എവിടെ പുതിയ ആപ്പിളെ മണവാട്ടിയൊക്കെ? മണവാട്ടി ഒരുക്കുന്ന തിരക്കിലാ കാവേരി എടുത്തി. ഓ, ഫസ്റ്റ് നൈറ്റിന്റെ തുടക്കം. എന്നാ പിന്നെ മണവാളനെ ഞാനൊന്ന് പോയി കാണട്ടെ. എന്താ ഈ കാണിക്കാൻ പോകുന്നേ? ഓ ഇല്ലടോ, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒരു ചെറിയ ഉപദേശം. പുതിയ ജീവിതം തുടങ്ങിയല്ലേ, അളിയന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്, അത്രേ ഉള്ളൂ. സുഖാണോ അളിയാ? ആ, ഞാനൊന്ന് സുഖിച്ചിട്ടാ വരുന്നത്. ദേ ബാലൻസ്. അളിയെന്നൊന്ന് ഒഴിക്കട്ടെ, ഒഴിക്കട്ടെ. എത്ര ആലോചിച്ചിട്ടും മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ആ, നീയും ഇപ്പൊ അതേ അവസ്ഥയിലായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അളിയൻ എന്ന നിലയിൽ നിന്നെ ആശ്വസിപ്പിക്കാനുള്ളൊരു ചുമതല അതെനിക്കുണ്ടല്ലോ. ആ, ഇന്ന് സ്മോള് കഴിക്കില്ലെന്ന് കരുതിയത്. എന്ത് ചെയ്യാം, നീ ഇത്രയും വലിയൊരു സങ്കടത്തിൽ കഴിയുന്നത് കാണുമ്പോ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല സുധി. എനിക്ക് സങ്കടമൊന്നുമില്ല, ഏട്ടന്ന് പോയിക്കേ. എത്ര സങ്കടം ഇല്ലെന്ന് പറഞ്ഞാലും പക്ഷെ നിന്റെ മുഖം അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. നീ സ്നേഹിച്ച പെണ്ണ് ഏതോ ഒരു തെമ്മാടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതേ പെണ്ണിന്റെ അനിയത്തിയെ നീ കല്യാണം കഴിക്കുകയും ചെയ്തു.
ചേച്ചിയെ പോലെ ഇവള് എപ്പോഴാണ് നിന്നെ കബളിപ്പിച്ച് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് ആർക്കറിയാം?